ഒരു ദിവസം ഭൂമിയിൽ ജനിക്കുക, നമ്മുടെ മുമ്പേ പോയവരൊക്കെ പഠിച്ചതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളിൽ ചേരുക, അതുപോലെ തന്നെ പഠിക്കുക, അല്ലേ? ശരിയല്ലേ? അവരെന്തൊക്കെ ആഗ്രഹിച്ചു അതുപോലെ തന്നെ ആഗ്രഹിക്കുക. അവരോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരെന്തുത്തരം പറഞ്ഞോ അതേ ഉത്തരം തന്നെ പറയുക. ഒരു യാന്ത്രികത ഈ ജീവിതത്തിനുണ്ടാവുമ്പോൾ മനുഷ്യജീവിതം ഒരു മാറ്റവുമില്ലാതെ ഉള്ളത് അതേപടി ഇങ്ങനെ തുടരുകയാണ്. തിരിഞ്ഞു നിന്ന് അവനവനോടൊരു ചോദ്യം, എന്തിന് ഞാൻ ഈ വഴി ഇങ്ങനെ തിരഞ്ഞെടുക്കണം, ഇങ്ങനെ പോണം? സത്യത്തിൽ ഒരു വീട്ടിൽ നിന്നിറങ്ങുന്ന ഒരുവൻ അവന്റെ മുമ്പേ ആരോ പോകുന്നത് കണ്ട് മെല്ലെ അതിന്റെ പുറകെ പോവല്ലേ, അല്ലാതെ അവന്റെ ലക്ഷ്യസ്ഥാനത്തെ പറ്റി ചിന്തിച്ചിട്ട് പോവാണോ? ചോദ്യം. അച്ഛൻ പോയ വഴിയും അമ്മ പോയ വഴിയും അമ്മാവൻ പോയ വഴിയും അപ്പൂപ്പൻ പോയ വഴിയുമായ വഴികളിൽ അത്രയും അവരുമായ അരമണിക്കൂറിന് സംസാരിച്ചാൽ നിത്യദുഃഖത്തിന്റെ തീരാക്കഥകൾ മാത്രമാണ് പറയുന്നതെങ്കിലും അവരാഗ്രഹിക്കുന്നത് ഇവനും ആ വഴിയെ തന്നെ പോകണമെന്നാണ്. പോകുന്നവനും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും തെരഞ്ഞെടുക്കാനില്ല. ശരിയല്ല? ജീവിതത്തിന്റെ ഏത് രംഗത്തും യാന്ത്രികതയാണ്. ഇനി ആ യാന്ത്രികത വേണ്ടെന്ന് വെച്ചാൽ മറ്റൊരുത്തൻ പോകുന്ന വഴി അതും യാന്ത്രികം തന്നെയല്ലേ? ചോദ്യം മനസ്സിലായില്ല? നമ്മുടെ എല്ലാ ചടങ്ങുകളും ആരോ ഒരാൾ പ്രപഞ്ചത്തിന്റെ നടുവിൽ നിന്ന് അവനെയും അവന്റെ ചുറ്റുമുള്ളവനെയും ജീവിതക്രമങ്ങളിൽ വെല്ലുവിളിക്കുകയും സ്വന്തമായൊരു പാത വിരചിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ അതും ഒരു തുടർച്ചയായി തെരഞ്ഞെടുത്ത് അതിൽ പിന്തുടരുക. ചിന്തയോ അയാൾക്ക് കിട്ടിയ അതേ ശാന്തി തനിക്ക് കിട്ടുമോ എന്ന് ഒരു അന്വേഷണമോ പോലുമില്ലാതെ. ശരിയല്ലേ? യാന്ത്രികമായ തുടർ നാടകങ്ങൾ. ഈ നാടകത്തിൽ ഒരു മാറ്റമില്ല. ഇന്നലെ രാവിലെ എങ്ങനെ ഈ നാടകത്തില് തിരശ്ശീല ഉയർന്നോ അതേ സമയത്ത് അതുപോലെ ബെല്ലുകൊടുത്ത് ഉയരുകയാണ്. ശരിയല്ലേ? അതോ മാറ്റമുണ്ടോ? മാറ്റമില്ലെന്ന് തോന്നുന്നു, അല്ലേ? യാന്ത്രികമായ ഈ മുറകൾ അത്രയും സത്യത്തിൽ തൃപ്തിയോടെയാണോ നാം ചെയ്തു കൂട്ടുന്നത്? ഈ ബെല്ല് കേൾക്കാനും ഇത് കഴിഞ്ഞ് ഇതിൽ നിന്ന് മോചനം നേടാനും അരങ്ങത്ത് ഉള്ള വേഷം അഴിച്ചു വെച്ചിട്ട് വേഗം ഓടിപ്പോയി ഒരു കട്ടൻ ചായ കുടിക്കാനും ഒക്കെ തയ്യാറായി നടത്തുന്ന, അല്ലേ? അങ്ങനല്ലേ? ശരിയല്ല? ശരിയല്ല? അടുക്കളയിൽ നിങ്ങൾ പണിയെടുക്കണം, ഇന്നലെ പണിയെടുത്ത പോലെ ഇന്നും പണിയെടുക്കുന്നു. ഇതൊന്ന് തീർന്നു കിട്ടിയാൽ പോയി ഒന്ന് ഉറങ്ങായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് ഇരിക്കായിരുന്നു. അപ്പൊ ഇതല്ല ഉദ്ദേശം, വേറെ ഒന്നാണ്. ശരിയല്ലേ? രാവിലെ എഴുന്നേറ്റ് ഇത്ര മണിക്ക് കുളിക്കണം, എന്നും കുളിക്കുന്നു, അപ്പൊ ഇന്നും കുളിക്കണം. രാവിലെ ഇത്ര മണിക്ക് തന്നെ കുളിക്കണം. അപ്പൊ കുളിച്ചു കഴിഞ്ഞാൽ ആ പണിയങ്ങ് തീർന്നു. എനിക്ക് കുളിക്കാൻ വേണ്ടി കുളിക്കുന്നതല്ല, ഇതൊരു ചടങ്ങായതുകൊണ്ട് കുളിക്കുകയാണ്. ശരിയല്ല? ഇങ്ങനെയുള്ളൊരു യാന്ത്രികത, അതിന്റെ നടുക്ക് എവിടെയോ വെച്ച് സ്വയം തിരിഞ്ഞു നിന്ന് ഒന്ന് ചിന്തിച്ച ഒരു രാമൻ. അതിലയാൾ കൂടുതൽ ദുഃഖിതനാവുകയും അർദ്ധശൂന്യത ചുറ്റും കാണുകയും ഒരു മനോരോഗിയെപ്പോലെ, വൈരാഗ്യം വന്നാൽ അങ്ങനെ തന്നെയാണ്, ഒന്നിലും താല്പര്യമില്ലാതായി. കൊട്ടാരത്തിൽ ഇങ്ങനെ അനുസ്യൂതമായി നടക്കുന്ന ഈ ആചാരങ്ങൾ അത്രയും അയാളെ ദുഃഖിപ്പിക്കുന്നതായി. അത്തരൊരു സന്ദർഭത്തിൽ രാമൻ മെല്ലെ ആലോചിച്ചു, ഇതിന് പരിഹാരം എന്താ? ഇതെങ്ങനെയാ ചെയ്യുക? അത് ചിന്തിക്കാൻ രാമന് ശേഷിയില്ല. അപ്പൊ രാമൻ വീണു പോവാം. ഈ സമയത്ത്
ബദ്ധനല്ല, മുക്തനല്ല, മുമുക്ഷുവായ രാമന്. 24,000 ശ്ലോകങ്ങളിൽ ധർമാർത്ഥകാമങ്ങള് ഉൾക്കൊണ്ട രാമന്, കാരണം രാമായണത്തിന്റെ ഏതാണ്ട് അന്തസത്തയൊക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞ രാമന് മോക്ഷശാസ്ത്രം ഉപദേശിക്കുന്നതാണ് കാണുന്നത്. അതിലെ ആദ്യത്തെ പ്രകരണം രാമന്റെ ഈ വൈരാഗ്യമാണ്. വൈരാഗ്യം വന്ന രാമൻ, വിരാഗത രാമന് വന്നു. 2, ആ വിരാഗത വളരുന്നത് വിവേകം, ഗ്രഹണം, ധാരണ മുതലായവ കൊണ്ട് ബലിഷ്ഠമായ തന്റെ പ്രജ്ഞയെ മോക്ഷത്തിനാഗ്രഹിക്കുന്നവൻ, അങ്ങനെ മോക്ഷത്തിന് ആഗ്രഹമുള്ളവൻ ശാസ്ത്രജ്ഞാനം കൊണ്ടും സത്സംഗം കൊണ്ടും തപസ്സുകൊണ്ടുമൊക്കെ ശമതമാദികൾ നേടി ആ സ്ഥലത്തെത്തണമെന്ന് ഉപദേശിക്കുകയാണ് മുമുക്ഷു വ്യവഹാര പ്രകരണത്തിൽ. ഓരോ പ്രകടനത്തിന്റെ അന്തസത്തയും കൂടെ തന്നേക്കാമെന്ന് വെച്ചാൽ, നീ ക്ലാസ് കഴിഞ്ഞ് പിന്നൊരു ക്ലാസ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ആ അന്തസത്തയെങ്കിലും കിട്ടിക്കോട്ടെ. ആദ്യത്തത് വ്യവഹാരിയായ ജീവൻ വ്യവഹാരത്തിൽ നിന്ന് വിട്ടുപോവുകയും മുക്തനാകാതിരിക്കുകയും ചെയ്യുന്നതിനിടയിൽ സംഭവിക്കുന്ന ഒരു മാനസിക വൈക്ലഭ്യം, ഒരു ക്ലാന്തി ഉണ്ടാവും. അവിടെ ആ ക്ലാന്തിയിൽ പെട്ടുകഴിഞ്ഞാൽ ജീവനുണ്ടാകുന്ന ഒരവസ്ഥാവിശേഷമാണ് ഈ വൈരാഗ്യം. ഇഹത്തിലോ പരത്തിലുള്ള ഒന്നിലും താല്പര്യമില്ല. ഇത് പൂർവാചാര്യന്മാര് സമാധിയുടെ വഴിയിൽ പോയിട്ടുള്ളവരുടെ എല്ലാം കഥയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധൻ, ശങ്കരൻ, ക്രിസ്തു, രാമകൃഷ്ണദേവൻ, വിവേകാനന്ദൻ, ഇവരുടെയൊക്കെ ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ അവർ പോകുന്ന വഴിയിലെ ഈ ക്ലാന്തി പ്രകടിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. അവരൊക്കെ തിരിഞ്ഞു നിന്നവരാ. ഉപനയന സമയത്താണെന്ന് തോന്നുന്നു ഗദാധരൻ തിരിഞ്ഞു നിൽക്കുന്നത്. അതുവരെയുള്ള ആചാരങ്ങളിൽ ഭിക്ഷ വാങ്ങുന്നതിനുള്ള നീതി നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നത് അവിടെ വെച്ച സാമാജികമായ ഒരു നീക്കത്തെ ഇതങ്ങനെയല്ല ഇങ്ങനെ ആയാൽ എന്താണ്, നിലവിലുള്ളതിൽ നിന്നെല്ലാം പിൻവാങ്ങുക. അന്ധകരണത്തിന്റെ ഇത്തരമൊരു ചോദനയിൽ വെച്ച് എല്ലാത്തിനോടുമുള്ള താല്പര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. അപ്പൊ രാമൻ അത്തരമൊരവസ്ഥയിൽ പെട്ടു, വിരാഗിയായി. ആ വിരാഗിയായ രാമൻ വിരാഗത വന്നു കഴിഞ്ഞാൽ പിന്നെ വിവേകം, ഗ്രഹണം, ധാരണ ഇവ കൊണ്ട് ഉന്നതനായിത്തീർന്ന് അങ്ങനെ ബലിഷ്ഠമായ തന്റെ അറിവിനെ, പ്രജ്ഞയെ, വിവേകം നിത്യവും അനിത്യവും തിരിച്ചറിയുന്നതാണ് വിവേകം. അത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് വിരാഗത വരുന്നത്. നിത്യമേതാണ്, അനിത്യമേതാണ്? അനിത്യമാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോ സുഖവും അതിന്റെ ദുഃഖമായി പേറുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാനസിക വൈക്ലഭ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നിത്യമാണെന്നോർത്താ ഇതെല്ലാം എടുത്തുകൊണ്ട് നടക്കുന്നത്. എന്റെ ഭർത്താവ് നിത്യമാണ്, എന്റെ മകൻ നിത്യമാണ്, മകള് നിത്യമാണ്, ഞാൻ ഉണ്ടാക്കിയ വീട് നിത്യമാണ്, എന്റെ പഠനങ്ങളൊക്കെ നിത്യമാണ്, ഞാൻ തന്നെ നിത്യനാണ് എന്നൊക്കെയുള്ള വിചാരത്തിലല്ലേ ഈ വഴിക്കൊക്കെ തിരിഞ്ഞത്? അല്ലേ അല്ലേ? എന്തിനൊരു പേന മേടിച്ചാൽ പോലും അതിൽ നമ്മൾ നിത്യത ആരോപിക്കുന്നുണ്ട്. ഈ എഴുതി തെളിയാതെ വരുമ്പോഴാണ് കുറച്ചു നേരത്തേക്കെങ്കിലും ദുഃഖം ഉണ്ടാകുന്നതോ തന്നവനെ 2 ചീത്ത വിളിക്കുന്നത്. കാരണം നിത്യവും തെളിയുന്ന പേന തരാത്തതിന്. അല്ല, റീഫില്ല് തീർന്നു പോയിട്ട് തീർന്നതാകാം, തീരാതെ തെളിയാതായതാകാം, രണ്ടായാലും ദുഃഖം ഉണ്ടാവും എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ. അപ്പൊ എറിയുന്ന ഏറ് നോക്കിയാൽ അറിയാം. താൽക്കാലികമായെങ്കിലും വന്നൊരു വിരാഗതയിലാണ്. ചിലതിന്റെ ഇനിപ്പൊക്കെയുള്ള പേന ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. അതൊക്കെയാണെങ്കിൽ കുത്തി ഒടിക്കുകയും ചെയ്യും ചിലപ്പോൾ. കാരണം അതിനോടുള്ള ആ ദേഷ്യം. എങ്ങനെ നിത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ ലോകവുമായി നാം പൊരുത്തപ്പെടാൻ ശ്രമിച്ചത്. നിത്യമല്ലെന്നറിയുമ്പോഴുള്ള ഒരു ഉത്കണ്ഠയും വേദനയും നമ്മെ വല്ലാതെ അലട്ടും. അതുകൊണ്ടാണല്ലോ ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ നമ്മൾ കിടന്ന് മാറത്തലയ്ക്കുന്നൊക്കെ. മരിക്കുമെന്നുള്ള സത്യം നമുക്കറിയാം, ഇല്ലേ അല്ലേ? പക്ഷെ മരിക്കുന്ന സമയത്തത് സമ്മതമാണോ?
മരിക്കുമെന്നും മരണമാണ് സത്യമെന്നും നമ്മൾ ജനിച്ചപ്പം മുതൽ മരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും മരണത്തിനപ്പുറം വലിയൊരു യാഥാർത്ഥ്യമില്ലെന്നും മരിക്കുന്ന നിന്നോടാണ് ഞാൻ ചേർന്നിരിക്കുന്നതെന്നും നിന്റെയും എന്റെയും മരണം സുനിശ്ചിതമാണെന്നും ശരിയല്ല ശരിയല്ല. ഇങ്ങനെയൊന്ന് ഉപാസിച്ചു നോക്കിയേ. നീ മരിക്കും, ഞാൻ മരിക്കും. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാനസികമായി ഇങ്ങനൊരു സമരസപ്പെടൽ ഒന്ന് ശ്രമിച്ചു നോക്കിയേ. മക്കളോടൊന്ന് സമരസപ്പെട്ടു നോക്കിയേ. എന്തിനാ നീ ജനിച്ചത്? നീ മരിക്കാനാണ് ജനിച്ചത്. മരണമാണ് സത്യം. നീ മരിച്ചാൽ ഞാൻ ദുഃഖിക്കില്ല. കാരണം മരണത്തിന് വിട്ടുകൊടുക്കാനാണ് നീ ഉണ്ടായത്. ഞാനുള്ളപ്പോ തന്നെ നീ മരിക്കാം, ഞാനില്ലാത്തപ്പോഴും മരിക്കാം. സമ്മതാകുമോ? മരിക്കരുതായിരുന്നു, മരിക്കാൻ പാടില്ലായിരുന്നു. സാധിക്കോ? സാധിക്കോ? സാധിക്കില്ല. അപ്പൊ ദുഃഖം ഉണ്ടാവും. അപ്പൊ വിവേകം കൈവന്നവന് മാത്രമേ ഇതറിയാൻ പറ്റൂ. ആ വിവേകത്തിന് പറ്റുന്ന വിധം, ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കാൻ പറ്റുന്ന വിധം. അതാണ് ഗ്രഹണം. അറിവ് ബലിഷ്ഠമാകുന്നത് ഗ്രഹണം കൊണ്ടാണ്, നല്ല ധാരണ കൊണ്ടാണ്. നല്ല ധാരണയുണ്ടാവണം. ഇങ്ങനെയുള്ളവ കൊണ്ട് തന്റെ പ്രജ്ഞ ബലിഷ്ഠമായി കഴിഞ്ഞ് ആ പ്രജ്ഞയെ മോക്ഷത്തിനാഗ്രഹിക്കുന്നവൻ ശാസ്ത്രാഭ്യാസം, നിരന്തരമായ ശാസ്ത്ര പഠനം, അതെല്ലാമാണ് മുമുക്ഷു വ്യവഹാര പ്രകരണത്തില് വസിഷ്ഠൻ രാമന് പറഞ്ഞു കൊടുക്കുന്നത്. ആ സത്സംഗം, സജ്ജന സംഘം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സത്സംഗം എന്ന പദം അവിടെ ശരിയാവില്ല. കാരണം സത്ത് ഏകമാണ്. അത് അവനവനോട് തന്നെയുള്ള സംഘത്തിൽ നിന്നേ കിട്ടുള്ളൂ. സത്സംഗത്തിന് ആഗ്രഹിക്കുന്നവൻ ഒറ്റയ്ക്കിരിക്കണം. വേറൊരാളെ കൂട്ടിയിരുത്തിയാൽ ദുസ്സംഗമല്ലാതെ സത്സംഗം കിട്ടില്ല. കാരണം നമുക്കൊരു സത്സംഗ സമിതി തുടങ്ങിക്കളയാം. സമിതി തുടങ്ങുന്നതോടെ അതുവരെ ഇല്ലാത്ത ദുസ്സംഗം മുഴുവൻ തുടങ്ങും. അതുകൊണ്ട് സത്ത് എന്ന് പറയുന്നത് ധ്യാനാത്മകതയിൽ മാത്രമേ മനുഷ്യാത്മാവിന് കിട്ടൂ. ആ ധ്യാനാത്മകത നിത്യനിരന്തരമായി വ്യവഹാര ലോകത്ത് ജീവിച്ചുകൊണ്ട് ആർക്കും കൊണ്ടുപോകാനാവില്ല. വ്യവഹാരങ്ങളിൽ ഇടപെടുമ്പോൾ പുണ്യവും പാപവും ഉണ്ടാവും, ധർമ്മവും അധർമ്മവും ഉണ്ടാവും, തെറ്റും ശരിയും ഉണ്ടാവും, നല്ലതും ചീത്തയും ഉണ്ടാവും. പങ്കുവെക്കാൻ പറ്റുന്നതും ഇഷ്ടപ്പെടുന്നതും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും വിഷയങ്ങളാകൊണ്ട് രണ്ട് വ്യവഹാരികൾ എവിടെയെങ്കിലും ഒരുമിച്ചിരുന്നാൽ, വ്യവഹാരി ഏതുതരം വസ്ത്രം ധരിച്ചാലും, വ്യവഹാരി ഏതുതരം ജീവിതക്രമം തെരഞ്ഞെടുത്താലും, വ്യവഹാരികളായവർ ഏതെല്ലാം തരത്തില് ഉന്നത മൂല്യമുള്ള ഗ്രന്ഥങ്ങളെ പഠനം ചെയ്താലും ആ വ്യവഹാരത്തിന്റെ മനസ്സ് നിലനിൽക്കൊണ്ട് അവരുടെ കൂട്ടായ്മയിൽ വെച്ച് വ്യവഹാരചതുരമായ ദുസ്സംഗമേ നടക്കും. സത്സംഗം നടക്കില്ല. അതുകൊണ്ട് തന്നെ സത്സംഗം ദുർലഭമാണ്. നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ദുർലഭമാണ്. കുറച്ചു നേരം ഞാനും നിങ്ങളും കൂടി ഒരിടത്തിരുന്ന് കഴിഞ്ഞാൽ അല്പനേരമൊക്കെ ഇരുന്ന് നമശിവായൊക്കെ ജപിക്കാം. അത് ജപിച്ചത് എത്രത്തോളം കൂടുതൽ നീളുന്നുവോ ആദ്യത്തെ പോക്ക് മനസ്സിന് മാറും. ആദ്യത്തെ നമശിവായയുടെ ഏകാഗ്രത രണ്ടാമത്തെ ശബ്ദത്തിനുണ്ടാവില്ല. മൂന്നാമതാവുമ്പോൾ അസ്വസ്ഥത ശരീരത്തിലേക്ക് വ്യാപിക്കും. നാലാമതാവുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി അടുത്തിരിക്കുന്ന ആളിനെ തോണ്ടും. പിന്നെ അയാളോട് പേര് ചോദിക്കും. പിന്നെ അയാൾ ഏത് നാട്ടുകാരനാണെന്ന് ചോദിക്കും. പിന്നെ അവിടെ നമുക്കുള്ള ബന്ധുക്കളുമായുള്ള അയാളുടെ ബന്ധത്തെപ്പറ്റി അന്വേഷിക്കും. പിന്നെ അവിടുന്ന് അയാളെ പറ്റിയുള്ള വിവരങ്ങൾ തേടും. പിന്നെ പുതിയൊരു ബന്ധമായി. ഇന്നലെ വരെയുള്ള ബന്ധം ദുഃഖമായിട്ടാണ് ഇവിടെ എത്തിയത്. ഇപ്പൊ പുതിയൊരു ബന്ധവും കൂടായി. ഇനി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബന്ധങ്ങളുടെ തീച്ചുളയിൽ നമ്മൾ പെടും. കുറെ കൂടെ കഴിഞ്ഞാൽ മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റങ്ങൾ നമുക്ക് ഇഷ്ടമാകാൻ തുടങ്ങും. ശരിയല്ലേ? ശരിയല്ലേ? അത് പറയും. പേരും ബോർഡും ഒക്കെ നമ്മൾ വെക്കും. സത് സംഘം. ഇത് വ്യവഹാരികൾ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ബോർഡിലൂടെ വെക്കേണ്ട കാര്യമില്ല. ഇതാണ് എല്ലായ്പ്പോഴും സംഭവിക്കാവുന്നത്. ഇത് വരാതിരിക്കണമെങ്കിൽ തപസ് അനിവാര്യമാണെന്ന് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നു രാമനോട്. അവനവനിലേക്ക് തിരിഞ്ഞു പോകണം. ശമമുണ്ടാവണം. ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി നിർത്തണം. ദമമുണ്ടാകണം. മനസ്സിനെ അടക്കി നിർത്തണം. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന
സ്ഥലമാണ് മുമുക്ഷു വ്യവഹാര പ്രകരണം. മുമുക്ഷു വ്യവഹാര പ്രകരണത്തിലാണ് വസിഷ്ഠൻ രാമൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ശമം, വിചാരം, സന്തോഷം, സജ്ജന സംഘം, ഇവരാണ് 4 ദ്വാരപാലകരായി പറയുന്നത്. യോഗവാസിഷ്ഠത്തില് 4 ദ്വാരപാലകർ നമുക്കുണ്ട്. അവര് ശമം, വിചാരം, സന്തോഷം, സജ്ജന സംഘം ഇവയാണ്. വീണ്ടും ഉൽപ്പത്തി പ്രകരണം. ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി അന്വേഷിച്ചു പോവുകയാണ് അവിടെ. നാം ഈ ചുറ്റും കാണുന്നതെല്ലാം അന്വേഷണ വിധേയമാക്കുകയാണ്. അവിടെ വസിഷ്ഠൻ രാമന് പറഞ്ഞു കൊടുക്കുന്നത് ഇത് സങ്കല്പ നഗരം പോലെ, സ്വപ്ന പദാർത്ഥം പോലെ, മനോരാജ്യം പോലെ, ഗന്ധർവ നഗരം പോലെ, ദ്വിചന്ദ്ര വിഭ്രമം പോലെ, കാനൽ ജലം പോലെ, തോണിയാത്രയിലെ പർവ്വതാഗമനം പോലെ, കഥാവസ്തുവിന്റെ ദർശനം പോലെ, സ്വർണത്തിൽ കടകാദികൾ പോലെ വിദ്യയാണെന്നാണ്. ഉദാഹരണങ്ങൾ വീണ്ടും കുറേയുണ്ട്. ഞാൻ അതിലൊരു 10-20 എണ്ണം പറഞ്ഞതേ ഉള്ളൂ. ഉദാഹരണങ്ങൾക്ക് പഞ്ഞമില്ലാത്ത വസിഷ്ഠൻ ഒട്ടേറെ ഉദാഹരണം കൊണ്ടാണ് രാമൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? അത് സങ്കല്പ നഗരം പോലെയാണ്. സങ്കല്പത്തിലെ നഗരം യഥാർത്ഥത്തില് ഇല്ല. അത്രയുള്ള അതിന്റെ പ്രസക്തി. സ്വപ്ന പദാർത്ഥം പോലെയാണ്. സ്വപ്നത്തിൽ കണ്ടതൊക്കെ ഉണരുമ്പോ ഉണ്ടോ? ഇല്ല. സ്വപിതൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നത്തിൽ കണ്ടതൊന്നുമില്ല. അതുപോലെയാണ്. ഗന്ധർവ നഗരം പോലെയാണ്. അതും ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്ന ഭ്രമം പോലെയാണ്. 2 ചന്ദ്രനെ കാണുന്ന വിഭ്രമം പോലെയാണ്. യഥാർത്ഥത്തിലുള്ള തന്റെ രൂപത്തെ മറ്റൊന്നായി കാണുന്നു എന്നർത്ഥം. കുട്ടികള് ഈ ചന്ദ്രനെ നോക്കും, കണ്ണിന് ചെറുതായിട്ട് തെറ്റിച്ചുകൊണ്ട്. അപ്പോ 2 ചന്ദ്രനെ കാണും. ദ്വിചന്ദ്ര വിഭ്രമം എന്ന് പറയും. അതില് യഥാർത്ഥത്തിൽ ഒരു ചന്ദ്രനേ ഉള്ളൂ. 2ആയി കാണുന്ന കണ്ണിന്റെ ആ പ്രയോഗം കൊണ്ടാണ്. അപ്പോ ആ ദ്വിചന്ദ്ര വിഭ്രമം പോലെയാണ്. മരുഭൂമിയിലെ ജലം പോലെയാണ്. കാനൽ ജലം, മരീചിക. അതുപോലെ തോന്നലാണ് ഈ പ്രപഞ്ചം. കാനൽ ജലം പോലെയാണ്. തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ തോണി നേരെ കയറിപ്പോകുന്ന സമയത്ത് പർവ്വതം അടുത്തേക്ക് വരുന്ന പോലെ. യഥാർത്ഥത്തിൽ പർവ്വതം വരുന്നുണ്ടോ? ഇല്ല. പർവ്വതം അചലമാണ്. അത് വരുന്നുവെന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പൊ ആ തോന്നൽ പോലെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം. മറ്റുള്ളവരുടെ മേൽ, നമ്മളുടെ ചുറ്റും കാണുന്നവരുടെ മേൽ ഒക്കെ നാം വിചാരിച്ചു കൂട്ടുന്നത് അത്രയും വെറും തോന്നലാണ്. തോന്നലല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ടാണ് അതിന് സത്യമുള്ളത്. വ്യാവഹാരികതയിൽ സത്യമുള്ളത് ഞാൻ വിചാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. വ്യവഹാരത്തിലെ സത്യം മുഴുവൻ ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ വിചാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ അവയ്ക്കൊന്നും അപരന്റെ നിലയിൽ സ്ഥൈതികതയില്ല. അയാൾ ദുഷ്ടനാണ് എന്നാര് പറഞ്ഞു? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? എന്റെ അനുഭവമാണ് പറഞ്ഞത്. വേറൊരാളോട് ചോദിച്ച്, എന്റെ അനുഭവം അങ്ങനല്ല, അയാൾ വളരെ നല്ലവനാണ്. ഒരാൾ തന്നെ ഇങ്ങനെ രണ്ടാവുമോ? ഒരാൾ തന്നെ ഇങ്ങനെ രണ്ടാവുമോ? നിങ്ങളൊരാളെ പറ്റി കണ്ടു, വളരെ നല്ല മനുഷ്യൻ, ഇത്രയും തങ്കപ്പെട്ട മനുഷ്യനില്ല, കരുണാമയൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അയാളെ പറ്റി പറഞ്ഞു. നിങ്ങളിൽ നിന്ന് കേട്ടിട്ട് വേറൊരാൾ പോയി അവിടെ ചെന്നു, തിരിച്ചു വന്നിട്ട് അതെ അതെ കരുണാമയൻ, കാരുണ്യം, ഇത്രയും കൊള്ളിക്കരുതാത്ത മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വ്യക്തി എപ്പോഴും ഒരേ ആൾ തന്നെയാണ്. ആ വ്യക്തിയിൽ ഈ 2 ഭാവങ്ങൾ ആരുടെ അനുഭവമാണ്? കണ്ടവന്റെ അനുഭവമാണ്. അല്ലേ? 2 അനുഭവങ്ങൾ ഒരേ വ്യക്തിയുടെ മേൽ ഒരേ പോലെ നിലനിൽക്കുമോ? ചോദ്യം മനസ്സിലായില്ല. 2 നിലനിൽക്കുമോ? അപ്പോൾ ഞാൻ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അത് കാഴ്ചയായി മാറുന്നത്.
ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്റെ അനുഭവം അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോ എന്റെ അനുഭവത്തിലാണ് മാറ്റം വരേണ്ടത്, പ്രപഞ്ചത്തിലല്ല. ശാന്തിക്കും അതുതന്നെയാണ് വഴി. എവിടെ ഞാൻ എങ്ങനെ കാണുന്നുവോ അതെല്ലാം എന്നിലുള്ള കാഴ്ചയാണ്, വസ്തുവിന്റെ കാഴ്ചയല്ല. എന്റെ ബോധത്തില് അങ്കിതമായിരിക്കുന്ന രാഗദ്വേഷങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചത്തെ ഞാൻ കാണുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ രൂപം എന്റെ ബോധത്തിൽ സഞ്ചയിച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ പ്രപഞ്ചം കാണാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് ഉൽപ്പത്തി പ്രകരണത്തിന്റെ ചിന്ത. എന്റെ ബോധത്തിലാണ് മന കൃതകൃതം രാമ ന ശരീരകൃതം കൃതം. ഇതുപോലെ ഭംഗിയായിട്ട് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കും. മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് കർമ്മം, ശരീരം കൊണ്ടുള്ളത് കർമ്മമല്ല. ഏനൈ വാലിംഗ്യതേ ജായ തേനൈ വാലിംഗ്യതേ സുതാഹ. രണ്ട് സ്ത്രീകളാണ്, ഒരേ പുരുഷനാണ്. തന്റെ ഭാര്യയാകുന്ന സ്ത്രീയെ ആലിംഗനം ചെയ്യുന്നതും മകളാകുന്ന സ്ത്രീയെ ആലിംഗനം ചെയ്യുന്നതും വസ്തു സ്ത്രീ ശരീരമെന്ന നിലയിൽ മാത്രമാണോ, അതല്ല തന്നിൽ അങ്കിതമായിരിക്കുന്ന ഭാര്യ എന്ന സങ്കല്പവും മകളെന്ന സങ്കല്പവും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നു? ചോദ്യം മനസ്സിലായില്ല. അപ്പോ തന്റെ സങ്കല്പത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. തന്റെ സങ്കല്പ നഗരമാണ് ഈ പ്രപഞ്ചം. താൻ മനസ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഭാര്യ എന്നാകുമ്പോൾ ഉന്മഷത്താകുന്നതായ ഭാവഹാവാദികളും അത് മകളെന്ന് സങ്കല്പിക്കുമ്പോഴുള്ള ഭാവഹാവാദികളും രണ്ടാം. ഈ പ്രപഞ്ചത്തോടുള്ള വ്യക്തിയുടെ സമീപനം ആ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായൊരു രൂപത്തെ തന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളിലാണ്. ഈ പ്രപഞ്ചത്തിൽ ഇന്നോളം ജീവിച്ചിട്ടുള്ളവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇനി ജീവിക്കാൻ പോകുന്നവരുമായവരുടെ സൂക്ഷ്മമായ ഒരു അവബോധം എന്റെ ഉള്ളിൽ വെച്ച് എന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ അവബോധത്തെ ആ കാണുന്ന വ്യക്തികളിൽ ആരോപിച്ച് ഞാൻ പറയുന്നത് മാത്രമാണ് ഞാൻ പറയുന്ന അവരുടെ ജീവചരിത്രം. അല്ലാതെ അവരുടെ ജീവചരിത്രമല്ല ഞാൻ പറയുന്നത് എന്ന് രാമന് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുക. വളരെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള വളരെ ആധികാരികമായ ആദ്യത്തെ സന്ദേശമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഗ്രന്ഥം മറ്റ് ഗ്രന്ഥങ്ങൾക്കൊക്കെ മുൻപ് ആദി കവിയുടേതാണെന്നുള്ള സങ്കല്പത്തിൽ. അതേസമയം ചില ആചാര്യന്മാർ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം പകർത്തി ഈ ഗ്രന്ഥം മഹാരാമൻ പിന്നീടുണ്ടാക്കിയതാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്, ഉള്ള കുറഞ്ഞപക്ഷം. അതിനുള്ള തെളിവുകളൊക്കെ ബാലിശ്യങ്ങളാണ്. എങ്കിൽ പോലും അങ്ങനെയൊരു പക്ഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നീടുണ്ടായതാണ്. അപ്പൊ ആ ഉൽപ്പത്തി പ്രകരണത്തില് വളരെ ശക്തമായി പ്രപഞ്ചോൽപ്പത്തി ബോധത്തിൽ നിന്നാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബോധമല്ലാതെ മറ്റൊന്നില്ല. മിഥ്യയാണ് ഈ കാണുന്നതെല്ലാം. വീണ്ടും സ്ഥിതി പ്രകരണമാണ്. ബ്രഹ്മം വിവർത്ത രൂപത്തിൽ ഭോക്താവും ഭോഗ്യവും ജീവനും ജഗത്തുമായി അനാദികാലം മുതൽ ഉണ്ടായിരിക്കുന്നു എന്നിവിടെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇതിന്റെ സ്ഥിതി. അറിവ് മാത്രമേ ഉള്ളൂ. അതാണ് ഭോക്താവായും ഭോഗ്യമായും ജീവനായും ജഗത്തായും. ജഗത്ത് ഭോഗ്യവും ജീവൻ ഭോക്താവുമാണ്. ഭോക്താവായ ഞാൻ, ഭോഗ്യമായ ഈ ജഗത്ത്, എനിക്ക് ആനന്ദിക്കാനുള്ള ജഗത്ത് അത് ഞാനുണ്ടാക്കുന്നതാണ്. എനിക്ക് ദുഃഖിക്കാനുള്ള ജഗത്ത് ഞാനുണ്ടാക്കുന്നതാണ്. ജനിച്ചു കഴിഞ്ഞ് മനുഷ്യൻ രണ്ടു തരത്തിൽ ഈ ജഗത്തുണ്ടാക്കും. അവന്റെ വൈകല്യം നിമിത്തം അവന്റെ ദുഃഖത്തിനുള്ളതായി ജഗത്തിനെ അവൻ മാറ്റിയെടുക്കും. അവന്റെ ആനന്ദത്തിനുള്ളതായി ജഗത്തിനെ മാറ്റിയെടുക്കും. ഇത് രണ്ടു തരക്കാർ. ഇതിന്റെ ഇടയിലൊരു വർഗമുണ്ട്. ചിലതിൽ അവൻ ദുഃഖിക്കാനുള്ളത് ഈ ജഗത്തിൽ നിന്നുണ്ടാക്കും, ചിലതിൽ അവൻ സന്തോഷിക്കാനുള്ളതുണ്ടാക്കും. ദുഃഖിക്കാനുള്ളത് ഉണ്ടാക്കുമ്പോഴെല്ലാം അവൻ ഈ ദുഃഖത്തിന്റെ ഹേതു അന്യനും ഈ ജഗത്തും തനിക്കുണ്ടാക്കി തന്നതാണെന്ന് നിലവിളിക്കും. ആനന്ദിക്കാനുള്ളതുണ്ടായതൊക്കെ താൻ ഉണ്ടാക്കിയതാണെന്ന് അഹങ്കരിക്കും.
മറ്റു ചിലരുണ്ട് ഈ ജഗത്തിലേക്ക് നോക്കി അതിൽ ആനന്ദിക്കാനുള്ളതൊക്കെ ജഗത്തെനിക്ക് തന്നതാണെന്ന് വിചാരിക്കും, ദുഃഖിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കും. ഇങ്ങനെ 4 സമീപനങ്ങൾ ജീവജഗത് ഭാവങ്ങളിലുണ്ട്. ഈ 4 സമീപനങ്ങൾ നമ്മളുടെ മനസ്സിന്റെ സ്ഥൈതികമായ അവസ്ഥയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അവിടെയാണ് ഭാരതീയ മനഃശാസ്ത്രം ആവിർഭവിക്കുന്നത്. മനഃശാസ്ത്രത്തിന്റെ ആവിർഭാവ ഹേതുവും ഈ ഉൽപ്പത്തി പ്രകരണത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒന്ന്, ജീവ ഈശ്വര ജഗത്തുക്കളുടെ സമ്മേളനം നോക്കിക്കാണുമ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞത്, ഭോഗ്യമായ ഈ ജഗത്ത് ഭോക്താവായ ഞാൻ ഈ ജഗത്തിനെ ഭോഗ്യവസ്തുവായി മാറ്റുമ്പോൾ ഈ ജഗത്ത് എന്റെ ദുഃഖത്തിന്റെ മാത്രം ഹേതുവാണ് എന്ന് ചിന്തിക്കുന്നു. സ്വന്തം ദുഃഖങ്ങളെ ജഗത്തിൽ ആരോപിച്ച് ദുഃഖം മാത്രമാണ് ഈ ജഗത്ത്, ആനന്ദം മാത്രമാണ് ഈ ജഗത്ത്. അങ്ങനെ രണ്ടു കൂട്ടം. ജഗത്തും ഞാനുമായുള്ള ബന്ധം ദുഃഖമായി കാണുക. ഈ ജഗത്തില് എനിക്ക് കിട്ടിയതൊന്നും സുഖമല്ല. ഇങ്ങനെയുള്ള ആളുകളെ പഠിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അവരെ ഒരു ലാബറട്ടറിക്കകത്തിരുത്തിയിട്ട് നമ്മൾ അവരോട് ചോദിക്കുക, അപ്പൊ ഇപ്പോ ഉള്ളതിൽ ഏത് മാറ്റമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അത് എഴുതി വാങ്ങിക്കുക, ടേപ്പിലും ഇടുക. അവർ പറഞ്ഞ മാറ്റമുള്ള ഒരു ജഗത്ത് അവർക്കുണ്ടാക്കി കൊടുക്കുക. വളരെ എളുപ്പമാണ്. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക, ഇപ്പൊ എങ്ങനെയാണ്? വളരെ ദുഃഖമാണ്, പണ്ടത്തതിന്റെ പിന്നത്തതാണ്. വടയെ പേടിച്ച് പന്തളത്തി എന്നോ പന്തം കൊളുത്തി പട വന്ന പോലാണ് ഇപ്പോഴത്തെ ജീവിതം. സുഖം കിട്ടുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, അത് അതിനേക്കാൾ ഗതികേടായിട്ട്. അപ്പൊ ദുഃഖം പ്രപഞ്ചം അവർക്ക് കൊടുക്കുന്നതല്ല, അവര് തികഞ്ഞുണ്ടാക്കുന്നതാണ്. ഏറ്റവും സന്തോഷിക്കാവുന്ന മുഹൂർത്തങ്ങളെപ്പോലും ചിന്ത കൊണ്ടും വ്യാഖ്യാനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദുഃഖപൂർണമാക്കുന്ന ഭോക്താക്കൾ ഇതൊരു കൂട്ടം. പരിചയപ്പെട്ടിട്ടുണ്ടാവുമോ ഇത്തരക്കാരെ? കണ്ണാടി നോക്കിയാൽ നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ രൂപം ഉണ്ടാവുമോ ഇതിന്? എവിടെ ചെന്നാലും വാ പൊളിച്ചാൽ ഈ പ്രപഞ്ചം ദുഃഖപൂർണമാക്കുന്നതിന് തയ്യാറായിരിക്കുക. അത്തരക്കാരുമായുള്ള സംസർഗം കൊണ്ട് നല്ല ബലിഷ്ഠത ജ്ഞാനത്തിന് വന്നിട്ടില്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ നമ്മളും അതുപോലായിത്തീരും. നല്ലപോലെ പകരും ഈ രോഗം. പ്രപഞ്ചത്തെ ദുഃഖമയമാക്കാൻ ഇറങ്ങി തിരിച്ചവരാണ്. അവർക്ക് ആകെ അറിയുന്നത് ഈ പ്രപഞ്ചത്തിൽ കരയാൻ മാത്രമാണ്, മറ്റൊന്നും അവർക്കറിയില്ല. അവരുടെ കണ്ണീര് മാത്രം ഒരു കാലത്തും വറ്റുകയുമില്ല. കാരണം അത് വേണ്ടത്ര സ്റ്റോക്കുണ്ടാവും. അത്തരക്കാർ. 2, ഈ പ്രപഞ്ചം ആനന്ദപൂർണമാണ്, ദുഃഖമെങ്ങുമില്ല എന്ന് കാണുന്നവർ. 3, ഈ പ്രപഞ്ചത്തില് ദുഃഖമുണ്ട്, അതൊക്കെ എനിക്ക് പ്രപഞ്ചം തന്നതാണ്, ഞാനുണ്ടാക്കിയതല്ല. എനിക്ക് ഈ പ്രപഞ്ചം എന്നും തന്നത് ദുഃഖം മാത്രമാണ്. അവിടെ വല്ലപ്പോഴും കിട്ടിയ ആനന്ദം വല്ലതുമുണ്ടെങ്കിൽ അത് ഞാനുണ്ടാക്കിയതാണ്. സുഖമൊക്കെ ഞാനുണ്ടാക്കിയതാണ്. ദുഃഖം എന്തൊക്കെ വന്നോ അത് നീയും പിള്ളേരും ചുറ്റുവട്ടങ്ങളും മറ്റുള്ളവരും ഒക്കെ കൂടി എനിക്ക് തന്നതാണ്. ഇങ്ങനെ പറയും ഗൃഹസ്ഥൻ ചിലപ്പോ. ഞാൻ വളരെ ആനന്ദിക്കാൻ വേണ്ടി എല്ലാം പഠിച്ച് ആനന്ദത്തിന്റെ ഒരു കോട്ടയൊക്കെ ഉണ്ടാക്കി ഭംഗിയായിട്ട് ആനന്ദം മാത്രം അനുഭവിക്കാൻ ജീവനെ ആനന്ദത്തിന്റെ ലോകത്തിലൂടെ കൊണ്ടുപോകാൻ തയ്യാറായിരിക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിലേക്ക് ഒരു അഭിശപ്ത മുഹൂർത്തത്തിൽ നീ ഇങ്ങ് കടന്നു കയറി വന്നത്. വേണ്ടിയിട്ടില്ല, വയ്യാവേലി. നീ എന്ന് വലത്തുകാലി വെച്ച് എന്റെ ജീവിതത്തിലേക്ക് കയറിയോ അന്ന് തുടങ്ങിയ ദുഃഖമാണ്. അപ്പൊ ദുഃഖം മുഴുവൻ നിന്റെയാണ്, ബാക്കി എന്റെ ലോകം മുഴുവൻ ആനന്ദവുമാണ്. ഇത്തരം അഹങ്കാരികളുടെ ജീവിതം. അവരാരോട് പോയി കൂടുന്നതും കൂടിക്കഴിഞ്ഞാൽ പറയാനുള്ളത് ആ ആളുകൾ എന്ന കുറെ ദുഃഖത്തിന്റെ കഥയാണ്.
ഞാനോ ഒരുപാട് ആനന്ദം കൊടുത്തതിന്റെ കഥയാണ്. ഞാൻ അങ്ങനെ ആനന്ദിപ്പിക്കാൻ ശ്രമിച്ചു, ഇങ്ങനെ ആനന്ദിപ്പിക്കാൻ ശ്രമിച്ചു, ഞാൻ അവിടെ യോജിപ്പിക്കാൻ ശ്രമിച്ചു, ഇവിടെ യോജിപ്പിക്കാൻ ശ്രമിച്ചു, ഞാൻ വളരെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചു. അവസാനം ഒരു വാക്കൂടുണ്ട്, ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു. മിടുക്കന്മാര് വിദ്യാഭ്യാസമുള്ള പിള്ളേര് വീട്ടിലില്ലാത്തതാണ് ഗുണം. പിള്ളേരുണ്ടെങ്കിൽ അവർ തൂമ്പ എടുത്തോണ്ടിരുന്നു ഭൂമിയെ കളയ്ക്കുന്നതാണ്. ഇയാളുടെ പുറമൊന്ന് കളച്ചു നോക്കും. ഭൂമിയുടെ പൊക്കത്തില് കക്കൂസും കുളിമുറിയൊക്കെ പണിയുന്നതാണ്. ഇയാളുടെ പുറത്തേക്ക് പണിത് കഴിഞ്ഞാൽ ഇരുന്ന് കൊടുക്കുമോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അല്ലേ? പറയുമ്പോ അങ്ങനെയല്ലേ നിങ്ങളൊക്കെ പറയാം, ഭൂമിയോളം ക്ഷമിച്ചു. അങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ? ഭൂമിയോളം ഒന്നും ക്ഷമിക്കണ്ട, മനുഷ്യനോളം ക്ഷമിച്ചാൽ തന്നെ സുഖമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാം. അപ്പൊ ഭൂമിയോളം ക്ഷമിച്ചാൽ എന്തായിരിക്കും ജീവിതം? പക്ഷെ നമ്മൾ ചുമ്മാ ഒരുമാതിരി ചടങ്ങ് പോലെ വാക്ക് പറയുന്നതാണ്, ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു. ചിലർ വേറെ കുറെ കൂടെ പറയും, ക്ഷമയുടെ നെല്ലിപ്പലക വരെ കണ്ടു. ഈ വാചകമൊക്കെ അസ്ഥാനത്താണെന്നാണ് ഉൽപ്പത്തി പ്രകരണം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഈ പ്രപഞ്ചത്തില് സുഖവും ദുഃഖവും എന്ന രണ്ടംശങ്ങളുണ്ട്. അത് രണ്ടും നമ്മളുടെ മനസ്സല്ലാതെ മറ്റൊന്നല്ല ഉണ്ടാക്കുന്നത്. ദുഃഖസുഖങ്ങളും വിണ്ണരകങ്ങളും ഒക്കെ മനസ്സിന്റെ സൃഷ്ടിയല്ലോ എന്ന് കുമാരനാശാൻ പറഞ്ഞതും ഈ പ്രകരണം എവിടെയോ വായിച്ചിട്ടാവണം. അത്ര ഗംഭീരമായി ഈ പ്രകരണത്തിൽ കാണാം. മനസ്സ് മാത്രമാണ് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും അളവുകൾ.